5 പൈസ ചിലവില്ലാതെ നമുക്ക് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താലോ? അതും നോമ്പാണ്. നോമ്പിന് എല്ലാവരും നനച്ചുള്ളിപ്പണിയിലായിരിക്കും അല്ലേ? വീടൊക്കെ ജനവാതിൽ, വാതിലുകൾ, തറ ഒക്കെ വൃത്തിയാക്കുന്ന തിരക്കിലായിരിക്കും. അപ്പോൾ ഇതുപോലൊരു സൊല്യൂഷൻ നിങ്ങൾ വീട്ടിൽ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ മക്കളെ ഒന്നും പറയാനില്ല. നല്ല എഫക്റ്റീവാണ് കേട്ടോ. നമ്മളെ മിക്സി മുതൽ ജനവാതിലിൻ്റെ ഗ്ലാസ് വരെ ഇത് നമുക്ക് പള വെട്ടിത്തിളക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇരുമ്പൻ പുളി, നമ്മുടെ ഇവിടെ ഓർക്കാപ്പുളി എന്നാ പറയാം, പിന്നെ ബിബ്ലി, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. പൊതുവെ ഇതങ്ങ് ആരും എടുക്കാറില്ല അല്ലേ. ചിലർ അച്ചാറൊക്കെ ഇടാനായിട്ട് അച്ചാറിട്ട് വെച്ചാലും കഴിക്കാൻ വലിയ മടിയാണ്. അതുപോലെ തന്നെ ഇത് നല്ലൊരു ക്ലീനറാണ് കേട്ടോ. എത്ര കട്ട പിടിച്ച കറയെ ഇളക്കി കളയാനുള്ള കഴിവ് നമ്മൾ ഇരുമ്പുളിക്കുണ്ട്. പക്ഷേ അത് ഉണ്ടാക്കുന്ന രീതി, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നല്ല രീതിയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ള ഗുണം ഇതിന് കിട്ടുള്ളൂ. ഞാനിതാ കുറച്ച് ഓർക്കാപ്പുളി എടുത്തിട്ട് കഷ്ണങ്ങളാക്കി മിക്സിൻ്റെ ചാറിലൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു തുള്ളി വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് അടിച്ചെടുത്തിട്ടുള്ളത്. അടിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഓർക്കാപ്പുളിൻ്റെ ചാറിത അത്യാവശ്യം വലിയൊരു ബൗളിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നല്ല തിക്കായിട്ടായിരിക്കും, കാരണം നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. കണ്ടല്ലോ, നല്ല രീതിയിൽ തന്നെ അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആരും വേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ആരും ഇത് എടുക്കാതിരിക്കരുത് കേട്ടോ. തീർച്ചയായിട്ടും ഓർക്കാപ്പുളി വെച്ചിട്ട് നിങ്ങൾ ഇതുപോലൊരു സൊല്യൂഷൻ വീട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒത്തിരി ഉപയോഗങ്ങളുണ്ട്. ഇതിലോട്ട് ഈ ഒരു സമയം നമ്മൾ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. അപ്പോൾ ബേക്കിംഗ് സോഡയും കൂടിയും ചെല്ലുമ്പോൾ ഇതിൻ്റെ എഫക്റ്റ് ഒന്ന് ഇരട്ടിക്കും കേട്ടോ. അപ്പോൾ അതാ കണ്ടല്ലോ, നമ്മൾ ഇളക്കിയെടുക്കുമ്പോഴേക്കും തന്നെ നല്ലോണം പതഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഒപ്പം നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പും തന്നെ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പിനും ഏത് ഇളകാത്ത കറയെയും അതുപോലെ തന്നെ അഴുക്കും പറ്റിപ്പിടിച്ച അഴുക്കും എല്ലാം മാറ്റിയെടുക്കാനുള്ള കഴിവുണ്ട്. ഒപ്പം തന്നെ ബാഡ് സ്മെല്ലൊക്കെ മാറി കിട്ടാനും ഉപ്പ് വളരെ നല്ല തന്നെയാണ്. ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇത് മാത്രം പോരാ, ഇതിലോട്ട് നമുക്ക് ഒറ്റൊരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതും കൂടി ചേർക്കുമ്പോഴാണ് മക്കളെ ഇത് നല്ലൊരു ക്ലീനർ ആവുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ. അപ്പം തന്നെ ഈ ഒരു വീഡിയോ ഈ ഒരു സമയത്ത് എല്ലാവർക്കും യൂസ്ഫുൾ ആവും. അപ്പോൾ എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള മിക്സിൻ്റെ ജാറ്, ആ ജാറിൻ്റെ അടപ്പൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അടുപ്പിൻ്റെ ഇടയിലൊക്കെ ആ ഒരു ചാലിലൊക്കെ ഇഷ്ടം പോലെ ചളി കെട്ടി കിടക്കുന്നുണ്ടാവും. ആ ചളിയൊക്കെ അതാ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ എല്ലാം ഇളക്കി പള വെട്ടി തിളക്കാൻ പറ്റിയ നല്ലൊരു സൊല്യൂഷനാണ്. എനിക്ക് എപ്പോഴും മിക്സിൻ്റെ ജാറ് കൊണ്ടാണ് കേട്ടോ ബുദ്ധിമുട്ട്. ആ ഒരു അടപ്പിലിങ്ങനെ എപ്പോഴും അഴുക്ക് പറ്റി പിടിച്ച് കറുപ്പ് കളറായിട്ട് വൃത്തികേടാണല്ലേ. അപ്പോൾ അതാ ഞാൻ ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളത് വിനാഗിരിയാണ്. 1 ടേബിൾ സ്പൂൺ തന്നെ ഒഴിച്ചോളൂ. നമ്മൾ ഈ സ്പൂൺ ജസ്റ്റ് അതിലൊന്ന് മുക്കി 2 മിനിറ്റ് ഒന്ന് എടുത്ത് കൈ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അരച്ച് നോക്കൂ. നല്ല പള വെട്ടിത്തിളങ്ങും കേട്ടോ. നമ്മുടെ സ്പൂണ് കാണിച്ചു തരാവേ. കണ്ടല്ലോ, നല്ല തിളക്കം വന്നിട്ടില്ലേ. ഇതുപോലെ ഏത് സ്റ്റീൽ പാത്രത്തിലും കരി പിടിച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് സമയം ഈ ഒരു നമ്മൾ ഈ ഉണ്ടാക്കിയിട്ട് ഈ ഒരു നല്ലൊരു കട്ടിയുള്ള ഈ ഒരു ലിക്വിഡ് ഒഴിച്ച് വെക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ സ്ക്രബ്ബർ വെച്ച് വരുതി കളയുമ്പോഴേക്കും നല്ല ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ അതാ മിക്സിൻ്റെ ഈ ഒരു മൂടിയിൽ ഈ ഒരു ചാലുണ്ടല്ലോ, നന്നായിട്ട് അഴുക്ക് പറ്റി പിടിക്കും. ഇത് ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യുന്നൊരു പരിപാടിയാണ് കേട്ടോ. എത്ര ക്ലീൻ ചെയ്താലും അത്ര നന്നായിട്ട് കിട്ടില്ല. പക്ഷേ ഈ ഒരു സൊല്യൂഷൻ തേച്ചിട്ട് നമ്മളൊരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സാധാരണ ബ്രഷൊക്കെ ഉണ്ടല്ലോ, പല്ല് തേക്കുന്ന ബ്രഷ്, ഇതിനായിട്ട് മാറ്റി വെച്ചതാട്ടോ ഞാൻ ഈ ഒരു ബ്രഷ്, അങ്ങനെ മിക്സി എടുക്കാനായിട്ട്. അപ്പോൾ ഫ്രഷ് ആണെങ്കിൽ അതെടുക്കുക, അതല്ലെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞതൊക്കെ ആണെങ്കിൽ എടുക്കാൻ പറ്റും എന്നുള്ളവർക്ക് അതെടുത്തിട്ട് 5 മിനിറ്റിന് ശേഷം നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുക. നല്ല ബലം പിടിച്ച് ഉരക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്യുമ്പോഴേക്കുന്നുണ്ടല്ലോ ആ ഒരു ലെറ്റേഴ്സിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് ചളി ഉണ്ടായിരുന്നു. എല്ലാം വളരെ പെട്ടെന്ന് ഇളകിപ്പോരും. കാണുന്നുണ്ടല്ലോ, ഈ ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ ഒരു സമയം എല്ലാം ക്ലീനിങ്ങിലാണല്ലേ. അതിന് എനിക്ക് ഏറ്റവും ഈ ചെറിയ സാധനങ്ങൾ ക്ലീൻ ആക്കാനാണ് കേട്ടോ ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഇതുപോലെ മിക്സിൻ്റെ ജാറ്, ഗ്യാസ് അടുപ്പ്, അങ്ങനെ ചെറിയ ഫ്രിഡ്ജിലെ ഡോറിൻ്റെ ആ ഭാഗത്ത് ആ ഒരു റബ്ബറിൻ്റെ ഭാഗത്ത് കറുപ്പ് ഇങ്ങനെ കെട്ടിക്കിടക്കുമല്ലോ, നമ്മൾ എത്രത്തോളം ക്ലീൻ ആക്കിയാലും അതൊന്നും പോകില്ല. അപ്പോൾ ആ ഒരു സൈഡിലൊക്കെ ഇതുപോലെയുള്ള ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് ഒരു 5 മിനിറ്റ് നിങ്ങളൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ജസ്റ്റ് നല്ലൊരു കോട്ടൺ ടവലോ അല്ലെങ്കിൽ സ്ക്രബ്ബർ, ഒരിക്കലും സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ എടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ വരയൊക്കെ വീഴും, ഫുള്ള് ഇതാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഉള്ള എടുക്കരുത്. നമ്മൾ സാധാരണ സ്ക്രബ്ബർ ഉണ്ടല്ലോ, പഞ്ഞി പോലെ സ്പോഞ്ചായിട്ടുള്ള, അതൊക്കെ വെച്ചിട്ട് ജസ്റ്റ് പതുക്കെ ഒന്ന് പ്രസ് ചെയ്യുമ്പോഴേക്കും തന്നെ നല്ല നീറ്റ് ആൻഡ് ഫ്രഷായിട്ട് കിട്ടും. ഒരു തവണ നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇരുമ്പുളി ഇപ്പോഴേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്യുക ഫ്രിഡ്ജിൽ അതിൻ്റെ ജ്യൂസ്, എങ്കിൽ നമുക്ക് ആവശ്യാനുസരണം ഇത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ
നമ്മൾ മിക്സിൻ്റെ 2 മൂടിയും നന്നായിട്ടൊന്ന് അടപ്പുകളൊക്കെ കഴുകിയിട്ടുണ്ട്. എത്രത്തോളം നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. കണ്ടല്ലോ, നല്ല ആ ഒരു ഇടയിലുള്ള ആ ഒരു ചാലിലുള്ള ചളിയൊക്കെ പോയിട്ടുണ്ട്. ഇത് ഞാനൊന്ന് നല്ലൊരു ടവൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തോർത്തി കാണിച്ചു തരാം. അപ്പോഴേ നമുക്കിത് എത്രത്തോളം ക്ലീനായി എന്ന് അറിയാനായിട്ട് പറ്റുള്ളൂ. ആണോ, ആ ഒരു ചാലുള്ള ചളിയൊക്കെ പോയിട്ടുണ്ട്. നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇനി 2 ആഴ്ച കഴിഞ്ഞാൽ വീണ്ടും ഇത് തന്നെയായിരിക്കും അവസ്ഥ. അപ്പോൾ നമ്മൾ വീട്ടമ്മമാർ എന്ത് ചെയ്യുക, കുറച്ച് ഇതുപോലെയുള്ള ലിക്വിഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ആവശ്യാനുസരണം ഇത് നമുക്ക് ഉപയോഗിക്കാം. അടുത്തതായിട്ട് നമ്മളെ ഗ്യാസ് അടുപ്പാണ്. ഇതൊക്കെയാണ് മെനക്കെട്ട പരിപാടി. നമ്മൾ എത്ര തന്നെ കഴുകി വൃത്തിയാക്കിയാലും പ്രത്യേകിച്ച് ഗ്ലാസിൻ്റെ ആകുമ്പോൾ ഒരു ഷൈനിങ് ഒന്നും കിട്ടൂല അല്ലേ, ഒരു ചളി പിടിച്ച പോലെയായിരിക്കും. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്യാസിൻ്റെ അടുപ്പിൽ ചുറ്റും കറ, ഏകദേശം പാലിൻ്റെയൊക്കെ കറ ഉണ്ടാവില്ല, കറയൊക്കെ ഒളിച്ചിട്ട് ജസ്റ്റ് നമുക്ക് സമയം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ അത് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്ത് പോവും. പിന്നെയാണത് കറയായിട്ട് അവിടെ അങ്ങനെ പറ്റി പിടിച്ചെടുക്കില്ല. ഏകദേശം കുറേ മാസങ്ങളായിട്ടോ. അപ്പോൾ എനിക്ക് ക്ലീൻ ആക്കാനുള്ള ടൈം കിട്ടിയില്ല. ഞാനും കരുതി നോമ്പല്ലേ ആ ഒരു സമയത്ത് ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ നല്ല ഹാർഡായിട്ട് പൊട്ടി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതുപോലെ ഈ ഒരു സൊല്യൂഷൻ കുറച്ച് സമയം ഒരു 5 മിനിറ്റ് അതിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകാം കേട്ടോ. ഈ ഗ്ലാസിൻ്റെ ഭാഗത്തൊന്നും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മൾ സ്ക്രബ്ബർ വെച്ചിട്ട് പതുക്കെ ഒന്നിങ്ങനെ ഇതാക്കി കൊടുത്തിട്ട് നല്ലൊരു നനഞ്ഞ കോട്ടൺ ടവൽ വെച്ചിട്ടൊന്ന് തോർത്തെടുത്താൽ മതി. നല്ല ക്ലീനായിട്ട് കിട്ടും. പക്ഷേ ഇത് നല്ല ഹാർഡായിട്ടുള്ള ചളിയാണ്, കറയാണ് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് പിടിക്കുക. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നമ്മൾ ആ പച്ച ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു കട്ടിയായിട്ടുള്ള ലിക്വിഡ് ഏകദേശം ബ്ലാക്ക് കളറായി മാറിക്കഴിഞ്ഞു. കണ്ടല്ലോ, നന്നായിട്ട് തന്നെ ഇളകി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അടിപൊളി സെറ്റായിട്ട് കിട്ടിയിട്ട് മക്കളെ. കണ്ടല്ലോ, നമുക്ക് എവിടെയെങ്കിലും കിട്ടുമോ, എത്തിരി പൈസ കൊടുത്തിട്ട് എന്തെങ്കിലും വെള്ള കറ കളയുന്ന മരുന്നൊക്കെ വാങ്ങി അത് നമ്മളെ കയ്യിനും കേടാണ്. ഇതും ഞാൻ പറഞ്ഞല്ലോ, ചിലർക്ക് അലർജി ഉണ്ടാക്കാനുള്ള അലർജി, ചില ബേക്കിംഗ് സോഡയൊക്കെ തട്ടിയ കൈയായാലും അങ്ങനത്തെ പ്രോബ്ലംസ് ഉള്ള ആൾക്കാർ കയ്യിൽ ഗ്ലൗസ് വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ടോ. എനിക്ക് അങ്ങനത്തെ പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ്ലി ചെയ്യുന്നത്. കണ്ടല്ലോ, നല്ല അടിപൊളി ക്ലീൻ സെറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ സ്റ്റൗവിലൊക്കെ ഇതുപോലെ ചളി കെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു 5 മിനിറ്റ് ഒന്ന് തേച്ചിട്ട് കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് കോട്ടൺ ടവൽ വെച്ചിട്ടൊന്ന് തോർത്തെടുത്താൽ മതി. കണ്ടല്ലോ, ഒരിക്കലും നിങ്ങൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് ഒരതരുത്. അങ്ങനെ ആകുമ്പോൾ സ്ക്രാച്ചൊക്കെ വീഴും. ഇനിയിപ്പോൾ സ്ക്രാച്ചൊന്നും വീണാൽ കുഴപ്പമില്ല, ഒന്ന് നന്നായിട്ടൊന്ന് വെളുക്കട്ടെ എന്ന് അങ്ങനെ കരുതുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാം, സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ളതൊക്കെ പെട്ടെന്ന് ഇളകിപ്പോരും. ഇനി നമുക്കിതൊന്ന് ക്ലീൻ ആക്കിയിട്ട് ഞാൻ ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ സാധാരണ ലിക്വിഡോ അല്ലെങ്കിൽ വിമ്മോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് തോത്തിയെടുക്കലാണ് പതിവ്. പക്ഷെ അതിലേറെക്ക് എത്രയോ ബെറ്ററാണ് മക്കളെ ഈ ഒരു പരിപാടി കേട്ടോ. വലിയൊരു ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം നമ്മൾ അടുക്കളയിലുള്ളതാണ്. ഉപ്പായാലും സുർക്കയായാലും അതുപോലെ തന്നെ നമ്മളിതിൽ ചേർത്തത് പിന്നെ എല്ലാവർക്കും അറിയാം ഇരുമ്പം പുളിയാണ്. അതൊക്കെ ഇഷ്ടം പോലെ തന്നെ നമ്മളെ വീട്ടിലില്ലെങ്കിൽ നമ്മളെ അയൽവക്കത്ത് എന്തായാലും ഉണ്ടാവും. പഴുത്ത് ചീഞ്ഞ അങ്ങനെ കിടക്കുന്നുണ്ടാവും. ഇത്രത്തോളം എഫക്റ്റീവാണെന്ന് ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കുമ്പോഴേ നിങ്ങൾക്കിത് അറിയാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ മിക്സിയാണ്. മിക്സീൻ്റെ ജാർ എല്ലാവർക്കും അറിയാം. ഈ ഒരു ഇടകളിലൊക്കെ ഇഷ്ടം പോലെ തന്നെ ചളി കെട്ടി കിടക്കുന്നുണ്ടാവും. ഒരിക്കലും മിക്സി ഒന്നും വെള്ളം ഒരുപാട് ഒഴിച്ചിട്ട് ഇങ്ങനെ കുളാക്കി കഴുകരുത്. പിന്നെ അത് സ്വിച്ച് ഇട്ടാൽ ഫുള്ള് കത്തി പിടിക്കും കേട്ടോ. അപ്പോൾ വേണ്ടാത്ത പണിക്കൊന്നും നിൽക്കേണ്ടതാ. ബ്രഷിൽ ജസ്റ്റ് നമ്മൾ ഈ ഒരു ലിക്വിഡ് ഒന്ന് മുക്കിയിട്ട് ഇതുപോലെ ആ ഒരു ചെളിയുള്ള ഭാഗമൊക്കെ നന്നായിട്ട് തന്നെ ഉരച്ച് കൊടുക്കുക. ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല കേട്ടോ. ഇതൊക്കെ പെട്ടെന്ന് കഴിയും. കാരണം നമ്മൾ ഡെയിലി ഒരാഴ്ച വീക്കിലി ഒരു തവണയെങ്കിലും നമ്മളൊക്കെ മിക്സി എല്ലാവരും കഴുകി വൃത്തിയാക്കാറുണ്ട്. അപ്പോൾ വലിയ അഴുക്കും പൊടിയൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നന്നായിട്ട് തീരെയും ക്ലീൻ ആക്കാത്തതാണെങ്കിൽ മാത്രം നല്ല രീതിയിൽ തന്നെ ഉരച്ച് ഈ ഒരു ലിക്വിഡ് ജസ്റ്റ് 2 മിനിറ്റോ 3 മിനിറ്റോ ഒക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇത് ഞാനങ്ങനെ വെക്കാനൊന്നും പോകുന്നില്ല. ജസ്റ്റ് ബ്രഷ് എടുത്ത് വരയ്ക്കുക, നല്ലൊരു കോട്ടൺ ടവൽ കൊണ്ട് തോർത്തിയെടുക്കുക, ഇത്രേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോഴേക്കും തന്നെ നമുക്ക് നല്ല അടിപൊളി സെറ്റായിട്ട് വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഉണ്ടല്ലോ, നല്ല തെളിങ്ങുന്ന കണ്ടോ. നമ്മൾ പുതിയ മിക്സി വാങ്ങുന്ന അതേ ഒരു ലുക്കിലും ടെക്സ്ചറിലൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു താഴെ ഭാഗത്തായിരിക്കും പിന്നെ ഈ ഒരു മാവൊക്കെ ഒലിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ അതിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതും കൂടി നമുക്ക് നല്ല രീതിയിൽ തന്നെ ബ്രഷ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാം. അപ്പോൾ മിക്സിയൊക്കെ നന്നാക്കാനായിട്ട് നമ്മൾ ബ്രഷ് മാറ്റി വെക്കുകയായിരിക്കും കേട്ടോ നല്ലത്. വീക്കിലി നമുക്ക് നല്ല വൃത്തിയായിട്ട് ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് ഇത് ക്ലീൻ ചെയ്യാം കേട്ടോ. ഇതുപോലെ ടവൽ വെച്ചിട്ട് നനഞ്ഞ ടവൽ വെച്ചിട്ട് ആദ്യം ഒന്ന് തോർത്തെടുക്കുക. ഒരിക്കലും നനച്ച് വെള്ളം ഒഴിച്ചൊന്നും മിക്സി കഴുകരുത് കേട്ടോ. അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് കുളമായി പോവും.
പിന്നെ ഞാനിത് അരിച്ചെടുത്തിട്ടില്ല, ചെറിയ ചെറിയ തരിതരികളുണ്ട്. അപ്പോൾ മിക്സിയിലൊക്കെ നമ്മൾ ഉരക്കുന്ന സമയത്ത് ഈ ഇടകളിലൊക്കെ ആ ഒരു തരിതരി കുടുങ്ങിപ്പോവും, ആ ഒരു ഇരുമ്പമ്പുളിൻ്റെ. അങ്ങനെ ആകുമ്പോൾ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുത്ത ശേഷം മാത്രം മിക്സിയിൽ ഇതുപോലെ ഒഴിച്ചിട്ട് ഒന്ന് നമുക്ക് ഉരച്ച് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ അത് അടിയിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചാൽ എടുക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ദാ നനഞ്ഞ ക്ലോത്ത് കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് തോർത്തിയെടുത്ത്. എല്ലാവരും പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടാവില്ലേ? ജനവാതിലും കട്ടിലും ഒക്കെ മൂറുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യം ഇതുപോലെ ചെറിയ ചെറിയ സാധനങ്ങൾ ക്ലീൻ ആക്കാനാണ് കേട്ടോ. മറ്റേത് നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് അങ്ങനെ ഓരോന്നോരോന്ന് കഴിഞ്ഞ് പോവാം. ഇത് അങ്ങനെയല്ല, ഇത് സമയമെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഈ ഒരു ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിലൊക്കെ ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് പതുക്കെ ബ്രഷ് വെച്ച് വരുത്തുമ്പോഴേക്കും തന്നെ കണ്ടല്ലോ നല്ല ക്ലീനായിട്ട് നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. വെള്ളം ഒഴിക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. കണ്ടല്ലോ നല്ല പളപള വെട്ടിത്തിളങ്ങുന്ന നല്ല തൂവെള്ള മിക്സി നമുക്ക് റെഡിയായി. ഈ ഇടകളിലൊക്കെ നമുക്കിതാ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. 2 സൈഡൊന്ന് പിടിച്ചിട്ട് ചളിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഇളകി കിട്ടും. അപ്പോൾ അതാ നമ്മുടെ മിക്സിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു. ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പുതുപുത്തൻ മിക്സി വാങ്ങുന്ന അതേ ഒരു രൂപത്തിൽ തന്നെ നമുക്ക് നല്ല അടിപൊളി സെറ്റായിട്ട് കിട്ടി. ഇനി നമ്മളൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്ന പാത്രം കഴുകുന്ന നമ്മുടെ സിങ്ക്, ഇതിൽ എല്ലാവരും കരുതും നമ്മൾ ഡിറ്റർജൻറ്റ് പൗഡറോ അല്ലെങ്കിൽ വിമ്മോ എന്തെങ്കിലും ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകിയാലേ ക്ലിയർ ആവുന്നു. അങ്ങനെയല്ല കേട്ടോ. ഇതിൻ്റെ ബാഡ് സ്മെല്ലൊക്കെ മാറി നല്ല പള വെട്ടിത്തിളങ്ങാൻ നമ്മുടെ ഈ ഒരു ഇരുമ്പൻ പുളിൻ്റെ സൊല്യൂഷൻ മാത്രം മതിയാകും. ഇതാ പൈപ്പിലും അതുപോലെ തന്നെ ഈ സ്റ്റീൽ പൈപ്പ്, ഈ കുഴൽ കിണറൊക്കെ ഉള്ളവർക്കറിയായിരിക്കും. സ്റ്റീൽ പൈപ്പ് അതുപോലെ ബാത്റൂമിലൊക്കെ ഇഷ്ടം പോലെ കറ കെട്ടിക്കിടപ്പുണ്ടാവും. അത് നമ്മൾ എത്ര അരച്ച് കഴിയാലും പോലല്ലേ. പക്ഷേ നമുക്ക് നോമ്പൊക്കെ ആകുമ്പോൾ ക്ലീൻ ആവണമെന്നുണ്ടെങ്കിൽ ആദ്യം ക്ലീൻ ആവേണ്ടത് ബാത്റൂമാണ്. ബാത്റൂം കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചുമരിലൊക്കെ ഉള്ള കറകളൊക്കെ ഒന്ന് പോയി കിട്ടണം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലൊരു സൊല്യൂഷൻ റെഡിയാക്കിയിട്ട് നല്ല കറയുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ഒരു 5-10 മിനിറ്റ് ചുമരിലൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് നല്ലൊരു സ്ക്രബ്ബർ, സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ അത്രയും വലുപ്പമുള്ള സ്ക്രബ്ബർ ഉണ്ടല്ലോ, സ്പോഞ്ചിൻ്റെ പിറകെയായിട്ട് നല്ല ഹാർഡായിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം വെച്ചിട്ട് നന്നായിട്ടൊന്ന് വരച്ച് കഴുകിയെടുക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളെ ബാത്റൂമിലുള്ള ആ ഒരു ബാഡ് സ്മെല്ലിനൊക്കെ മാറ്റി നല്ല ഫ്രഷ് ആൻഡ് നീറ്റാക്കാനും നമ്മൾ ഇരുമ്പമ്പുളിക്ക് കഴിയും. അതുപോലെ തന്നെ ഇതിൽ നമ്മളൊരു തുള്ളി ലിക്വിഡോ അതുപോലെ തന്നെ ഡിറ്റർജൻറ്റിൻ്റെ പൗഡറോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. കണ്ടല്ലോ നമ്മൾ നമ്മുടെ എങ്ങനെയാണോ പുതിയ ഒരു സിങ്കുള്ളത് അതുപോലെ തന്നെ നല്ല തിളക്കത്തോടെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. ഞാനിതൊന്ന് തോർത്തി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും സൂക്ഷിച്ചോളി മക്കളെ. എന്തിനാ ഒരുപാട് പൈസ കൊടുത്തിട്ട് നമ്മൾ ഒരുപാട് ലിക്വിഡും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത്? അത് നമ്മുടെ കയ്യിനും അലർജി ഉണ്ടാക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയും സുറുക്കിയൊക്കെ ചേർത്ത് നല്ല എഫക്റ്റീവാണ്. ചിലർക്ക് കയ്യിന് അത്ര അങ്ങോട്ട് പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് ഗ്ലൗസോ കയ്യിലൊരു കവറൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കണം കേട്ടോ. കണ്ടോ സൂപ്പറായിട്ടുണ്ട്. 2 സിങ്കും നല്ല പുതുപുത്തനായി നല്ല വെട്ടിത്തിളങ്ങുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ വർഷവും ഞാൻ ഇതുപോലൊരു സിങ്കിൻ്റെ വീഡിയോ ചെയ്തിരുന്നുണ്ട്. അത് വേറൊരു സൊല്യൂഷൻ വെച്ചാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 5-6 വർഷമായിട്ടോ നമ്മുടെ ഈ ഒരു വീടിൻ്റെ പഴക്കം. എങ്കിലും കുഴപ്പമൊന്നുമില്ല, മാഷാ അല്ലാ. നല്ല ക്ലിയർ ആയിട്ട് തന്നെ നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വീടിൻ്റെ പഴക്കമല്ല, സിങ്കിനും അത്ര പഴക്കമുണ്ട്. അപ്പോൾ കണ്ടല്ലോ പുതിയതായില്ലേ. അടുത്തത് നമ്മുടെ വാഷ് ബേസ് കേട്ടോ. വാഷ് ബേസിൻ്റെ ആ ഒരു പൈപ്പിലൊക്കെ കണ്ടോ. ആദ്യം ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടിയാൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലൊരു സൊല്യൂഷൻ റെഡിയാക്കിയിട്ട് ചെറിയ ഇതുപോലെയുള്ള ബാത്റൂം, അതുപോലെ തന്നെ വാഷ് ബേസുകൾ, സിങ്ക്, അങ്ങനെ മിക്സി, ഗ്യാസ്, അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ആദ്യം നമ്മൾ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ക്ലീൻ ചെയ്താൽ നമ്മളെ പരിപാടി പെട്ടെന്ന് കഴിയും കേട്ടോ. മറ്റേത് നമ്മൾ എല്ലാം എടുക്കേണ്ട ഇടയിൽ കൂടെ ഇതും കൂടി എടുക്കുമ്പോൾ അത് നമുക്ക് കുറച്ച് ഭാരമായിട്ട് തോന്നും. കണ്ടല്ലോ നമ്മുടെ വാഷ് ബേസും നല്ല സൂപ്പറായിട്ട് കിട്ടി. അതുപോലെ തന്നെ ജനവാതിലിൻ്റെ ഗ്ലാസ്സൊക്കെ നന്നായിട്ട് കറ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ലിക്വിഡ് അരിപ്പ വെച്ചിട്ട് ആദ്യം അരിച്ചിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കുക.
സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്യുക ഗ്ലാസ്സിലോട്ട്. അതിനുശേഷം നല്ലൊരു നനഞ്ഞ കോട്ടൺ ടവൽ വെച്ചിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് തൂത്തിയെടുക്കുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ട് കിട്ടും കേട്ടോ. നല്ല തിളക്കമായിരിക്കും. അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ ടേബിൾ ഉണ്ടല്ലോ, ടേബിളിലും നമുക്കിതുപോലെ തന്നെ ചെയ്യാം. അടുത്തത് നമ്മുടെ ബാത്റൂമാണ്. ബാത്റൂമിൻ്റെ ചുമരൊക്കെ ഡെയിലി നമ്മൾ കുളിക്കുന്നവരാണെങ്കിൽ നമുക്കറിയാൻ പറ്റും, ഈ ഒരു ഇടകളിലൊക്കെ ഇഷ്ടം പോലെ ചളി കെട്ടിക്കിടപ്പുണ്ടാവും അല്ലേ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇതുപോലെയൊരു ബ്രഷൊക്കെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കിത് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നല്ലൊരു ബാത്റൂം വൃത്തിയാക്കാൻ പറ്റിയ നല്ല അടിപൊളി സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ. ഇതുപോലെയുള്ള പൈപ്പിലൊക്കെ ഇങ്ങനെ ഒരു ചെളി പിടിച്ചിട്ടല്ല, ഒരു കളർ വ്യത്യാസമല്ലേ, ഒരു നെരിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെയുള്ള സ്റ്റീൽ പൈപ്പിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടൊന്ന് കഴുകി നോക്കിയാൽ നിങ്ങൾക്ക് മാറ്റം പെട്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ ഒരുവിധം എല്ലാം ക്ലീൻ ആക്കാൻ പറ്റിയ നല്ലൊരു ബെസ്റ്റ് സൊല്യൂഷനാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഒപ്പം ഒരു ലൈക്കും കൂടി തരണേ. പിന്നെ ഇൻഷാ അല്ലാഹ് നാളെ വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.